വെയിറ്റ്, അത് തീപ്പന്തങ്ങളല്ലല്ലോ. പെട്ടെന്നെന്തോ മനസ്സിലായ പോലെ ഋഷി പറഞ്ഞു. പിന്നീട് വീണ്ടും അല്പനേരം നിരീക്ഷിച്ച് കാര്യം ഉറപ്പായതും ഋഷിയുടെ കണ്ണുകൾ വിടർന്നു. അത് വെറും തീപ്പന്തങ്ങളായിരുന്നില്ല. ഇവിടെ ചുമ്മാ കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കാതെ അങ്ങോട്ടേക്ക് കേറിയാലോ? അങ്ങോട്ടേക്ക് കേറുന്നതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ശേ, ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ട് ചെല്ലാം. അതും പറഞ്ഞുകൊണ്ട് ഋഷി തന്റെ കാറ് ലോക്ക് ചെയ്ത് നേരെ ആ മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മലയടിവാരത്ത് നിന്നും നേരെ നോക്കിയാൽ തീപ്പന്തങ്ങൾ കാണും വിധമായിരുന്നു ഋഷി നിന്നത്. അല്പനേരം അതിൽ തന്നെ നോക്കി നിന്ന ഋഷി പതിയെ മുൻപിലേക്ക് ചലിച്ചു. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ അവൻ കുന്നിൻ മുകളിലേക്ക് കയറാവുന്ന പാകത്തിനൊരു പാത കണ്ടു. ഫോണിലെ ഫ്ലാഷ് അടിച്ച് ആ വഴിയൊന്ന് നോക്കിയ ശേഷം ഋഷി മുൻപിലേക്ക് ചൂടുവെച്ചു. പാറക്കുന്നായിരുന്നു അത്. അതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ പാറകൾ പടികളായി കൊത്തിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പടികളില്ലായിരുന്നു. കുത്തനെ മുകളിലേക്ക് പിടിച്ചു കയറേണ്ട വിധത്തിലായിരുന്നു വഴി. പെട്ടെന്ന് തന്നെ ഋഷിക്ക് ആ വഴി ഏകദേശം മനസ്സിലായിരുന്നു. പിന്നെ അധികമൊന്നും ആലോചിക്കാതെ ഋഷി വേഗത്തിൽ മല കയറാൻ തുടങ്ങി. അവൻ മല കയറാൻ തുടങ്ങിയ നിമിഷം മലമുകളിലെ ഒറ്റക്കല്ലിൽ കൊത്തിയ ശിലാക്ഷേത്രത്തിനരികിലുള്ള കൽമണ്ഡപത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഗുരുവിന്റെ ദേഹം ചെറുതായി വിറച്ചു. ആ നിമിഷം തന്നെ അദ്ദേഹം പുഞ്ചിരിയോടെ കണ്ണു തുറന്നു. അവൻ വരുന്നോ? അയാൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. സാംഘവ്. പെട്ടെന്ന് അയാൾ സാംഘവിനെ തനിക്കടുത്തേക്ക് വിളിച്ചു. അടുത്ത നിമിഷം സാംഘവ് അദ്ദേഹത്തിന് മുൻപിൽ വന്നു നിന്നു. എല്ലാം തയ്യാറാണല്ലോ അല്ലേ? അയാൾ സാംഘവിനോട് സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു. അതേ ഗുരു, എല്ലാം തയ്യാറാണ്. അവനെ പരീക്ഷിക്കാൻ പോകുന്ന 3 കടമ്പകളും ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. അവനിതെല്ലാം തരണം ചെയ്യാൻ കഴിയുമെങ്കിൽ ദീർഘകാലമായുള്ള അങ്ങയുടെ കാത്തിരിപ്പിന് അന്ത്യമാകും, സാംഘവ് പ്രതീക്ഷയോടെ പറഞ്ഞു. അവന്റെ സ്വരത്തിൽ അല്പം ആകാംക്ഷയും നിറഞ്ഞിരുന്നു. സാംഘവ്, എന്നെപ്പോലെ തന്നെ എല്ലാവരും അവനെ ഓർത്ത് പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അത് നല്ലതിനായിരിക്കണേ ദൈവമേ. പതിഞ്ഞ സ്വരത്തിൽ അത് പറഞ്ഞ ശേഷം ഗുരു വീണ്ടും ധ്യാനിക്കാൻ തുടങ്ങി. ഋഷിനല്ലെങ്കിലേ നല്ല ഊർജ്ജസ്വലനും ആരോഗ്യവാനുമായിരുന്നു. അതിനു പുറമെ ഇപ്പോൾ പച്ചമരുന്ന് കൂടി കഴിച്ചതുകൊണ്ട് അവന്റെ കരുത്ത് ഒന്നുകൂടി കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മല കയറുക എന്ന കാര്യം ഋഷിക്ക് വളരെ നിസ്സാരമായിരുന്നു. ഇരുട്ടിൽ ഒറ്റയ്ക്ക് അങ്ങനെയൊരു സാഹസിക യാത്ര അവനൊരു പുതിയ അനുഭവമായിരുന്നു. മുൻപൊരിക്കൽ ശ്രീലക്ഷ്മിയുടെ കൂടെ കാട്ടിലേക്ക് ട്രിപ്പ് പോലെ പോയപ്പോഴും ചുറ്റും ആൾക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്നവൻ തികച്ചും ഒറ്റയ്ക്കാണ്. അന്ന് തനിക്കൊപ്പമുണ്ടായിരുന്ന ശ്രീലക്ഷ്മിയുടെയും അവിടെ അവരെപ്പോലെ വന്ന ആളുകളുടെയും ശബ്ദകോലാഹലങ്ങൾ കേട്ട് ചിരിച്ചിരുന്ന ഋഷി ഇന്നിവിടെ ചീവീടുകളുടെ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് മുൻപിലേക്ക് നടക്കുന്നു. ഏകാന്തമായ ആ രാത്രി തനിച്ചുള്ള നടത്തം അവന് വളരെ വ്യത്യസ്തമായ ഒരുതരം അനുഭൂതിയായിരുന്നു. പക്ഷേ അപ്പോഴും ആ രാത്രിയിൽ മറ്റാരെയും കൂടെ കൂട്ടാൻ അവൻ ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. ഈ യാത്ര അവൻ അപകടം വിതച്ചാലും തന്നെ വിശ്വസിച്ച് കൂടെ വരുന്നവർക്ക് വല്ലതും സംഭവിച്ചാൽ അവനത് സഹിക്കുമായിരുന്നില്ല. വിശ്വസ്തരായ ഒത്തിരി പേർ ഉണ്ടായിരുന്നെങ്കിലും ഈ യാത്രയ്ക്ക് താൻ ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചതും അതുകൊണ്ടാണ്. അപകടത്തേക്കാൾ ഉപരി താൻ ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഈ വന്നതെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ തന്നെ കളിയാക്കി ചിരിക്കുമെന്ന് അവൻ കരുതിയിരുന്നു. അവിശ്വസനീയമായ രീതിയിൽ തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കുമെന്ന് ഋഷിക്ക് തോന്നിയില്ല. താൻ പറയുന്ന ഓരോ കാര്യങ്ങളും അന്ധവിശ്വാസം കാരണം തനിക്ക് തോന്നുന്നതാണ് എന്നുവരെ അവർ കരുതുമെന്ന് ഋഷി വിചാരിച്ചു. അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ഋഷി മലമുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ അവനു മുൻപിൽ നീണ്ടു കിടന്നിരുന്ന വഴി അവസാനിച്ചു. അതോടെ ഋഷി ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവിടെ നിന്നുപോയി. പതിയെ ഒരു കാറ്റ് ഋഷിയെ തഴുകിക്കൊണ്ട് വീശിപ്പോയി. ആ കാറ്റിൽ അവൻ തേടുന്ന ഔഷധ സസ്യത്തിന്റെ ഗന്ധം നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഋഷിയുടെ ഫോണിലെ ഫ്ലാഷും തനിയെ ഓഫായിരുന്നു. വേണ്ട പോലെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഋഷിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. കൂടാതെ ഫോണിലെ ഫ്ലാഷ് ഓണാക്കാൻ കഠിനമായി പരിശ്രമിച്ചിട്ടും ഋഷിക്ക് കഴിഞ്ഞില്ല. ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഓഫായത്? അസ്വസ്ഥമായ മനസ്സോടെ തന്റെ ഫോൺ കയ്യിലിട്ട് ഞെരിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. ആകെപ്പാടെ ഋഷി ഇരുളിൽ ആ കാട്ടിൽ അകപ്പെട്ട പോലെയായിരുന്നു. സങ്കടമോ ദേഷ്യമോ മല കയറാൻ ശ്രമിച്ചതിൽ കുറ്റബോധമോ എന്തൊക്കെയോ അവന് തോന്നി തുടങ്ങിയിരുന്നു.
പക്ഷെ അപ്പോഴും തന്റെ മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യത്തിൽ ഋഷി പരാജയപ്പെടാൻ തയ്യാറായിരുന്നില്ല. ഒന്ന് ദീർഘമായി നിശ്വസിച്ച ശേഷം ഋഷി അവനെ തന്നെ ഊർജ്ജസ്വലനാക്കാൻ ശ്രമിച്ചു. ഞാൻ തന്നെ തുനിഞ്ഞു വന്നതല്ലേ, ഇപ്പോ ഈ പാതി വഴിയോളം ഞാൻ പിന്നിടുകയും ചെയ്തു. എത്ര കഷ്ടപ്പെട്ടാലും വന്ന കാര്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. നാഗപത്നിയുടെ ഗന്ധം പോലും ഈ വായുവിൽ അലിഞ്ഞിട്ടുണ്ട്. അതിനെ തൊട്ടടുത്തെത്തിയിട്ട് തിരികെ തിരിഞ്ഞോടുന്നത് ശരിയല്ല. മുൻപിലേക്കുള്ള വഴി ഏത് വിധേനയും കണ്ടുപിടിക്കണം. ഋഷി ആത്മവിശ്വാസത്തോടെ സ്വയം പറഞ്ഞു. സമാധാനത്തോടെ തനിക്ക് ചുറ്റും നോക്കി. അന്നേരം പെട്ടെന്ന് ആകാശത്ത് ശക്തിയായ ഒരു ഇടിയും മിന്നലുമുണ്ട്. ഋഷി ആ മിന്നലിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. ആഹാ, വീണ്ടും മഴ പെയ്യൂ ഇനി. പെട്ടെന്നാണ് ഋഷിയുടെ പുറകിൽ നിന്ന് ആ ശബ്ദം കേട്ടത്. അത് കേട്ട് ഋഷി ഞെട്ടലോടെ അവന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ പിന്നിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഇരുളിൽ ചുറ്റും നിരീക്ഷിക്കാൻ പാകത്തിനായിരുന്നു ഋഷിയുടെ കാഴ്ചയപ്പോൾ. തനിക്ക് പിന്നിൽ നിന്നും സംസാരിച്ച ആളെ കണ്ടില്ലെങ്കിലും ആ ഇരുട്ടിൽ ഋഷി മറ്റൊരു കാഴ്ച കണ്ടു. അവിടെ ഒരു മരത്തിന്റെ ചൂട്ടിലായി ഒരു മാൻ കിടക്കുന്നു. പക്ഷേ അവൾ അറിയാതെ കുറ്റിക്കാട്ടിൽ നിന്നും ഒരു കടുവ അതിനടുത്തേക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് ഋഷി ആകെ ഞെട്ടി. ആ ഞെട്ടലിൽ അവൻ അനങ്ങാൻ പോലും ആകാതെ നിന്നുപോയിരുന്നു. കടുവ പമ്മി പമ്മി തനിക്കടുത്തെത്തിയ ആ അവസാന നിമിഷമായിരുന്നു മാൻ കടുവയെ ശ്രദ്ധിച്ചത്. കടുവയെ കണ്ടതും മാൻ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പക്ഷേ അതിനൊരടി മുൻപിലേക്ക് ഓടാൻ കഴിയും മുൻപ് കടുവ അതിന്റെ കഴുത്തിൽ കടിച്ചതിനെ പിടിച്ചിരുന്നു. അതെല്ലാം നടക്കുമ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ പ്രതിമ പോലെ തന്നെ നിന്നുപോയിരുന്നു ഋഷി. മാനിനെയും കൊണ്ട് കടുവ തിരികെ കുറ്റിക്കാട്ടിലേക്ക് തന്നെ പോയതിനു ശേഷമാണ് അത്രയും നേരം പിടിച്ചു നിന്ന ശ്വാസം പോലും ഋഷി പുറത്തേക്ക് വിട്ടത്. എന്റെ ദൈവമേ, എന്താ ഇത്? മൃഗശാലയോ? ഇവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ടെന്നൊക്കെ എന്നോട് അയാൾ പറഞ്ഞല്ലോ. പക്ഷേ ഈ കടുവയുള്ള കാര്യം അയാൾ എന്താ പറയാഞ്ഞേ? ഞാൻ കുറച്ച് താഴെയായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായനെ? എന്റെ പൊന്നോ, മാനിന് പകരം ഇപ്പൊ എന്നെ കടിച്ചോണ്ട് പോയനെ ആ കടുവ. വഴിയും അറിഞ്ഞൂടാ. ഇങ്ങനെ ഇവിടെ തന്നെ നിന്ന് പോവുകയാണെങ്കിൽ അടുത്ത കടുവയ്ക്കുള്ള ശാപ്പാടാവത്തേ ഉള്ളൂ ഞാൻ. തന്റെ അവസ്ഥയോർത്ത് വിലപിച്ചുകൊണ്ട് ഋഷി അതും പറഞ്ഞ് തന്റെ മുൻപിലേക്ക് നോക്കി. മുൻപിലെ കാഴ്ച കണ്ട് അവൻ ആകെ പകച്ചുപോയി. തന്റെ മുന്നിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്ന വഴി കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു ഋഷി. അത്രയും നേരം കാണാതിരുന്ന പാത ഇപ്പോൾ വ്യക്തമായി കാണാമായിരുന്നു. ഇതിപ്പോ ഇവിടുന്നാ വന്നേ? ഇതെന്താ ഇങ്ങനെയൊക്കെ? അയാൾ പറഞ്ഞതുപോലെ തന്നെ ഇതെന്തോ പ്രശ്നമുള്ള ഇടമാണ്. എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഭീതിയോടെ തന്റെ മുൻപിലുള്ള വഴി നോക്കി ഋഷി സ്വയം പറഞ്ഞുപോയി. ഈ പാത പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതല്ലേ? ഇതിലൂടെ പോണോ ഇനി? പേടിയോടെ തന്നെ ഋഷി ചോദിച്ചു. അത് ചോദിച്ചു തീർന്നതും കുറ്റിക്കാട്ടിൽ നിന്നും കടുവയുടെ ഗർജനം കേട്ടു. അതോടെ പിന്നെ ഒന്നും ചിന്തിക്കാതെ ഋഷി വേഗത്തിൽ തന്നെ തനിക്ക് മുൻപിൽ വന്ന വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. കടുവയുടെ കയ്യിൽ പെടുന്നതിലും ഭേദം ഈ വഴി പോണത് തന്നെയാ. ദൈവമേ, കാത്തോണേ. അതും പറഞ്ഞുകൊണ്ട് ഋഷി തട്ടിപ്പിടഞ്ഞ് മുൻപിൽ കണ്ട വഴിയെ നടന്നു. നടന്നൽപ്പം കഴിഞ്ഞതും പെട്ടെന്നായിരുന്നു കുറച്ചകലെയുള്ള കാട്ടിൽ ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. ഓ, കുടുംബത്തോടെ എല്ലാവരും ഉണ്ടല്ലോ. ആ ആനക്കൂട്ടത്തെ നോക്കി ഋഷി നേർത്ത ചിരിയോടെ പറഞ്ഞു. തങ്ങളുടെ കാര്യം നോക്കി അവിടെ വിഹരിക്കുന്ന ആനക്കൂട്ടമായതുകൊണ്ട് അവര് തന്നെ ഉപദ്രവിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഋഷിക്ക് ആ കാഴ്ച വലിയ ഭയമുളവാക്കുന്നതൊന്നും ആയിരുന്നില്ല. ഋഷി ശാന്തമായി തന്നെ അവിടെ മറികടക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് പിന്നിൽ നിന്നും ഉയർന്നൊരു ശബ്ദം അവനെ തടഞ്ഞു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.